സതീശന്റെ മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം കാട്ടിത്തരാം. ലീഗിനെ കഷത്ത് വെച്ചുകൊണ്ടും SDPI ജമാഅത്ത് ഇസ്ലാമിയെ കൊണ്ട് നാട് നീളെ വർഗീയത പറയിച്ചും ഇടതുപക്ഷ നേതാക്കന്മാർക്ക് സംഘിച്ചാപ്പ കുത്തി അധികാര കസേരയിലേക്ക് നടന്നു കയറാമെന്ന് സ്വപ്നം കണ്ടിരിക്കുന്ന സതീശന്റെ ആ മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം നിങ്ങൾ കാണണം. വെള്ളാപ്പള്ളി നടേശൻ ലീഗിനെതിരെ സംസാരിക്കുമ്പോൾ അത് ന്യൂനപക്ഷങ്ങൾക്കെതിരെയാക്കുകയാണ്, വർഗീയതയായിട്ട് മാറ്റുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്, വെള്ളാപ്പള്ളി ആണയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞത് 2011 കാലഘട്ടത്തിൽ അധികാരത്തിൽ വന്ന UDF സർക്കാരിനെ കുറിച്ചാണ്, അതിൽ ലീഗിനെ കുറിച്ചാണ്. അന്ന് ഞങ്ങളെ കൂടി കൂട്ടുപിടിച്ചാണ് ഇടതുപക്ഷ സർക്കാരിനെ താഴെ ഇറക്കിയത്. അതിനുശേഷം ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിരുന്നതെല്ലാം ഇവർ പറഞ്ഞു പറ്റിച്ചു. ഉമ്മൻചാണ്ടി സമ്മതിച്ചതുപോലും ലീഗ് തട്ടിത്തെറിപ്പിച്ചു എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ആരോപണം. അപ്പോൾ ആ ആരോപണം ആദ്യം ഒന്ന് കേൾക്കാം, എന്നിട്ട് ഈ വിഷയത്തിൽ സതീശന്റെ മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം കാട്ടിത്തരാം. ഉണ്ട് കോളേജ് സ്ഥാപിക്കുകയാണ്. നിങ്ങളൊരു സത്യം മനസ്സിലാക്കണം. ഈ അണ്ണയുടെ കോളേജ് ഞങ്ങൾക്ക് ഒന്നുണ്ടെന്ന് പറയുമ്പോൾ ഈ ലീഗുകാരന് കൊടുത്തത് എത്രയെന്ന് അറിയാവാം. 48 അണ്ണയുടെ കോളേജ് മലപ്പുറത്തുണ്ട്. മുട്ടിനാ ഉള്ളത്. 7 കോളേജ് 17 ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ വെല്ലുവിളിക്കുന്നു. ഒരു സാമൂഹ്യ നീതി വേണമല്ലോ. ഇവർ ഭരണത്തിൽ ഇരുന്നപ്പോൾ സാമൂഹ്യ നീതി നടപ്പിലാക്കിയോ ലീഗ്? അതിന് സർവേ എടുക്കാനും പഠിക്കാനും ഒരു കമ്മീഷൻ വെച്ച് ഇവരുടെ ഭരണകാലത്ത് സാമൂഹ്യ നീതി നടപ്പിലാക്കിയോ ഇല്ലയോ എന്നൊരു ആത്മപരിശോധന നടത്താൻ ഞാൻ വെല്ലുവിളിക്കാനവരാ. ഞാൻ പറഞ്ഞ സത്യമാണെങ്കിൽ ആ കുറവ് മനസ്സിലാക്കി ഞങ്ങൾക്കൂടെ പരിഹരിക്കപ്പെടേണ്ടതാണ് എന്ന് പറയേണ്ടതിന് പകരം എൻ്റെ ഒരു മതവിദ്വേഷകൻ, ഞാനൊരു മതത്തെയും വിദ്വേഷിക്കില്ല. കേട്ടല്ലോ, അന്നത്തെ കാലത്ത് കോളേജുകൾ അനുവദിക്കുന്നതിൽ മലപ്പുറം പോലെയുള്ള പ്രദേശങ്ങളിൽ ഞങ്ങൾക്ക് ഒരു കോളേജ് പോലും ഇല്ല. ഇവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇത് മൊത്തം കച്ചവടമാണ്. ഈ കച്ചവടത്തിൽ നേരും നെറിയും ലീഗ് കാട്ടിയില്ല എന്നുള്ളതാണ് കാര്യം. കിട്ടിയത് മുഴുവൻ ഒരുമിച്ച് ലീഗ് എടുത്ത് കൊണ്ടുപോയി 48ഓളം കോളേജുകൾ അവർ പല പെട്ടിക്കടകളിലായിട്ട് തുടങ്ങാൻ അനുമതി കൊടുത്തു. എന്നാൽ നേരെ മറിച്ച് കൂടെ നിർത്തിയ SNDPക്ക് ഒരേ ഒരു കോളേജേ കൊടുത്തോളൂ. അവർക്ക് ഉമ്മൻചാണ്ടി പറഞ്ഞത് പോലും കൊടുത്തില്ല എന്നുള്ളതാണ് ആരോപണം. എന്നാൽ അതിനെക്കുറിച്ച് ഇന്നിപ്പോൾ സതീശൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ കേട്ടെ. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞതാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഉമ്മൻചാണ്ടിയും ലീഗ് ഭരിച്ചിരുന്ന വിദ്യാഭ്യാസ വകുപ്പും നിരവധി സ്ഥാപനങ്ങൾ SNDPക്ക് SN ട്രസ്റ്റിന് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൻ്റെ റെക്കോർഡ് നിങ്ങളുടെയൊക്കെ ലൈബ്രറിയിലുണ്ട്. ലീഗ് എല്ലാം കൊടുത്തു. ലീഗിനെ പ്രകീർത്തിച്ച വീഡിയോ നിങ്ങളുടെ ആർക്കൈവ്സിൽ കാണുമെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ലൈബ്രറിയിൽ കാണുമെന്നാണ് പറയുന്നത്. ആണോ മാനെ? അങ്ങനെയാണെങ്കിൽ ഈ 2011 കാലഘട്ടത്തിൽ ലീഗിന്റെ ഈ അപ്രമാദിത്വ പ്രവർത്തനം, അവർ നിർബന്ധം പിടിച്ച 5ാം മന്ത്രിസ്ഥാനമൊക്കെ പിടിച്ചു വാങ്ങിയെടുത്ത സന്ദർഭത്തിൽ എന്താണ് അന്ന് സതീശൻ പറഞ്ഞത് എന്നുകൂടി നിങ്ങൾ ഓർക്കണം. ചിലരൊക്കെ കേട്ടിട്ടുണ്ടാകും. എന്നിരുന്നാലും ഈ വൈരുദ്ധ്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തണമല്ലോ. ഒരു വിഷയത്തിൽ ഒരാൾ പറയുന്നതിനെ മറ്റൊരു വിഷയം കൊണ്ട് വളച്ചൊടിച്ച് അത് റദ്ദാക്കി കളയുകയാണ്. അതിന്റെ വസ്തുത പുറത്തു വരാതിരിക്കാനുള്ള പരിശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2011 കാലഘട്ടത്തിൽ 5ാം മന്ത്രിസ്ഥാനം ലീഗ് UDFനെ മുൾമുനയിൽ നിർത്തി പിടിച്ചു വാങ്ങിയ സന്ദർഭത്തിൽ എന്താണ് സതീശൻ പറഞ്ഞത് നിങ്ങൾ കേട്ടെ. അത് നമ്മൾ ദൗർബല്യമായി കണക്കാക്കിയ ആളുകൾ സമ്മർദ്ദം ചെലുത്താൻ നോക്കിയാലോ. വിവാദം 5ാം മന്ത്രിസ്ഥാനം മുസ്ലിം ലീഗിന് രാഷ്ട്രീയമായി ലാഭമാണോ നഷ്ടമാണോ ഉണ്ടാക്കിയതെന്ന് മുസ്ലിം ലീഗിന്റെ നേതൃത്വം ചിന്തിക്കണം. ഈ വിഷയം വഷളാക്കി സാമുദായികമായ ചേരിതിരിവ് കേരളത്തിൽ ഉണ്ടാക്കി അനാവശ്യമായ ഒരു വിഷയമാക്കി വളർത്തിയതിനു പകരം നമുക്ക് തെറ്റാണ് പറ്റിയതെങ്കിൽ നമ്മളത് വിലയിരുത്തണം. അത് തീർന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും മലബാറിൽ 33 സ്കൂളുകൾ കൊടുക്കുന്ന കാര്യമാണ്. എല്ലാ ഭരണപരമായ തീരുമാനം എടുക്കുമ്പോഴും സാമൂഹ്യ പശ്ചാത്തലം കൂടി ഒന്ന് ആലോചിക്കണം. 5ാം മന്ത്രിസ്ഥാനത്തിന്റെ പേരിൽ കേരളത്തിന്റെ ഒരു സാമൂഹ്യ പശ്ചാത്തലം ആകെ അലങ്കോലമായി കിടക്കുന്ന സാഹചര്യത്തിൽ തന്നെ കൊടുക്കണം ഈ 33 സ്കൂള്. ഇപ്പൊ ധൃതി എന്താ? ഇപ്പൊ തന്നെ കൊടുക്കണം. ധൃതി എന്താ? കേരളത്തിന്റെ ഒരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് നോക്കണ്ടേ? വീണ്ടും നമുക്കൊരു മറ്റ് ഭൂരിപക്ഷ സമുദായത്തിന്റെ ഒരു കൺസോളിഡേഷൻ ഒക്കെ ഇടവരുന്ന തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ ഇപ്പൊ തന്നെ ഇത് ചെയ്യണം. ആരും ചോദിച്ചില്ല. കണ്ടല്ലോ, കുറച്ചു മുന്നേ ലീഗിനെ പ്രകീർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ്. അതേ നാവ് കൊണ്ടാണ് സതീശൻ ഈ കാര്യവും പറഞ്ഞിരിക്കുന്നത്. ഇന്നിപ്പോ ഒന്നും അറിയാത്ത പോലെ അധികാരത്തിന് വേണ്ടി ലീഗ് കൂടി വേണം, എന്നാലേ എനിക്ക് മുഖ്യമന്ത്രി കസേര കിട്ടുള്ളൂ. അപ്പോ ഇന്നലെ പറഞ്ഞ കാര്യത്തെ ഒരു ഉളുപ്പുമില്ലാതെ എന്ത് ചെയ്യാണ്? അദ്ദേഹം തമസ്കരിക്കുകയാണ്. അവിടെയാണ് ഈ വ്യക്തിയുടെ മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം നിങ്ങൾ തിരിച്ചറിയണമെന്ന് പറഞ്ഞു. ഇവിടെയും തീർന്നില്ല. വെള്ളാപ്പള്ളി പറയുന്ന കാര്യത്തിൽ ചില വസ്തുതകൾ ഉണ്ടെന്ന് തോന്നിക്കുന്ന ഒരു പ്രതികരണം അന്നത്തെ കാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന ഏത് കാലഘട്ടത്തിൽ, 2004 കാലഘട്ടത്തിൽ
മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണി പങ്കുവയ്ക്കുന്ന ഒരു പ്രതികരണമുണ്ട്. അദ്ദേഹം രാജിവെക്കുന്നതിന് തൊട്ടു മുന്നോടിയായിട്ട് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ നാട് കേൾക്കേണ്ടതുണ്ട്. അങ്ങനെ സംഘടിച്ച് നിന്ന് ഞങ്ങൾക്ക് വേണ്ടതല്ല UDF നിന്ന് പിടിച്ചു പറിച്ചു കൊണ്ടുപോകുന്നവരാണോ ലീഗ് എന്ന് സംശയമുണ്ടാക്കുന്ന പ്രതികരണം ഒന്ന് കേട്ടെ. കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾ സംഘടിതരാണ്. ഈ സംഘടിത ന്യൂനപക്ഷം ആ സംഘടിത ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റിൽ നിന്ന് കൂടുതൽ ആനുകൂല്യങ്ങൾ നേടുന്നു, കൂടുതൽ വിലപേശൽ നടത്തുന്നു എന്നൊരാക്ഷേപം ഇതര സമുദായങ്ങൾക്കുണ്ട്. ആ ആക്ഷേപത്തിൻ്റെ അന്തരീക്ഷം കേരളത്തിൽ നിലനിൽക്കുന്നു. ആ സത്യം ആരും വിസ്മരിക്കരുത്. അതോടൊപ്പം തന്നെ ഗൾഫിലേക്കുണ്ടായിട്ടുള്ള കുടിയേറ്റവും അമേരിക്ക, യൂറോപ്പ് ഇവിടെയുള്ള കുടിയേറ്റത്തിൻ്റെ ആനുകൂല്യങ്ങൾ കൂടുതൽ കിട്ടിയത് ന്യൂനപക്ഷ സമുദായങ്ങൾക്കാണ്. അതുണ്ടാക്കിയ സാമ്പത്തിക അസമത്വം കേരളത്തിലെ നാട്ടുമ്പുറങ്ങളിലുണ്ട്, കേരളത്തിലെ പട്ടണങ്ങളിലുണ്ട്. ഇതിൻ്റെ എല്ലാം പരിഭവങ്ങളും പിണക്കങ്ങളും കേരളീയ സമൂഹത്തിൽ ഉണ്ട്. ഈ യാഥാർത്ഥ്യം കാണരുത്. ഇതിൻ്റെ ഒരു കൂട്ടത്തിലാണ് പല രാഷ്ട്രീയമായിട്ടുള്ള പല ശക്തികളുടെ മുതലെടുപ്പുകൾ. ഇതെല്ലാം കാണാൻ ഇവിടുത്തെ ന്യൂനപക്ഷ നേതാക്കന്മാരും തയ്യാറാകണം. അവരും കുറച്ചുകൂടെ സംയമനം കാണിക്കരുത്. സംഘടിത ശക്തി ഉണ്ടെന്നതിൻ്റെ പേരിൽ ഗവൺമെന്റിനെ കൊണ്ട് എന്തും ചെയ്യിച്ചു കളയാം എന്നൊരു നിലപാട് ന്യൂനപക്ഷങ്ങൾക്കും ശരിയല്ലെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. മുഖ്യമന്ത്രി എന്ന നിലയിൽ അവരെ ഉപദേശിക്കാനുള്ള ബാധ്യത എനിക്കുണ്ട്. അതിനെ സോഫ്റ്റ് എന്നോ ഹാർഡ് എന്നോ പറഞ്ഞാൽ അങ്ങനെയൊന്നും ഒരു തൊട്ടാവാടിയൊന്നും അല്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്ന അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. കേട്ടല്ലോ, മുസ്ലിം ലീഗിലെ സമ്പന്നരായ നേതാക്കന്മാർ ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവരുടെ സമ്പന്നരായിട്ടുള്ളവർക്ക് എഴുതി കൊടുക്കുകയാണ്, അല്ലെങ്കിൽ തീരെഴുതി കൊടുക്കുകയാണ്. അതിനെങ്ങനെയാണ് മുസ്ലിം മതങ്ങളെക്കുറിച്ച് പറയുന്നതാകുന്നത്? മുസ്ലിം മതത്തെക്കുറിച്ച് ആരും പറഞ്ഞില്ല, അതിലുള്ള മനുഷ്യരൊന്നും അങ്ങനെയല്ല. പക്ഷേ ലീഗിലെ നേതാക്കന്മാരായിട്ടുള്ള അതിസമ്പന്നരായിട്ടുള്ള നേതാക്കന്മാർ അവരാണല്ലോ മുസ്ലിം ലീഗ് എന്ന പേരിൽ ആ പാവപ്പെട്ട സമുദായത്തെ കൂടെ നിർത്തിക്കൊണ്ട് അവർ കോടാനുകോടി അവരുടെ ഭരണ സംവിധാനം അധികാരത്തിലിരിക്കുമ്പോൾ നേടിയെടുക്കുന്നുണ്ട്. അത് അവർക്കൊരു ഇൻവെസ്റ്റ്മെന്റ് പോലെയാണ്. പിന്നീട് ലീഗ് നേതാക്കന്മാർക്ക് ഈ കോളേജുകളിൽ നിന്നെല്ലാം വരുമാനം കിട്ടുകയാണ്. അതെവിടെയാണ് മുസ്ലിം ലീഗിലെ പാവപ്പെട്ടവർക്ക് കിട്ടുന്നത്? ഇവർ തമ്മിലുള്ള ഡീലിങ്സ് ആണ്, കച്ചവടമാണ്. അവർ എഴുതി കൊടുത്തവർ മാസപ്പടി കൊടുക്കുന്നത് പോലെ ലീഗ് നേതാക്കന്മാർക്ക് കോളേജിൽ നിന്നൊക്കെ പാർട്ട്ണർഷിപ്പ് കൊടുക്കുമ്പോൾ അത് ഏതെങ്കിലും പാവപ്പെട്ട ലീഗുകാരുടെ വീട്ടിലെത്തുന്നുണ്ടോ? ഇല്ലല്ലോ. ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനെ വർഗീയത പറഞ്ഞ് എങ്ങനെയാണ് ഒരാളുടെ ശബ്ദം റദ്ദാക്കി കളയാൻ പറ്റുന്നത്? ഇതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കൂ. ഇതിൽ ചെയ്യേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ. വെള്ളാപ്പള്ളി പറഞ്ഞ കാര്യം, ആ കാലഘട്ടത്തിൽ അദ്ദേഹം പറയുന്നത് പോലെ നിങ്ങൾ ഓഫർ കൊടുത്തിരുന്നോ? ഓഫർ കൊടുത്തതിന് ശേഷം വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നവർ പെട്ടിക്കടകളിൽ ഉൾപ്പെടെ കോളേജുകൾ അനുവദിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. 48ഓളം കോളേജുകൾ അവിടുത്തെ തട്ടുകടകൾക്ക് വരെ അനുവദിച്ചു എന്ന ആരോപണം നേരിടുമ്പോൾ ഞങ്ങൾ അത് ചെയ്തിട്ടില്ല എന്നതിന്റെ പേരിൽ തെളിവുകൾ പുറത്തുവിടുന്നേ, അതല്ലേ അന്തസ്സുള്ള പരിപാടി? അതിനപ്പുറത്തേക്ക് വർഗീയ ചാപ്പ കുത്തുന്ന ആ തന്ത്രം ഉണ്ടല്ലോ, അതങ്ങ് കയ്യിൽ വെച്ചേനെ. അത് ഇന്നലകളിൽ സതീശനും പറഞ്ഞിട്ടുണ്ട്, AK ആന്റണിയും പറഞ്ഞിട്ടുണ്ട്. ഇവർ പറഞ്ഞപ്പോൾ പൊള്ളാത്തത് ഇന്ന് വെള്ളാപ്പള്ളി പറയുന്ന ചില കാര്യങ്ങളെ മറയ്ക്കാൻ വേണ്ടി വർഗീയമാക്കുന്ന എന്താണ്? അയാൾ പറയുന്ന എല്ലാം കറക്റ്റൊന്നുമല്ല. ഒരു റിപ്പോർട്ടറെ വർഗീയവാദിയാക്കാൻ ശ്രമിച്ചതും ചില ഇടങ്ങളിലൊക്കെ ചെന്ന് ന്യൂനപക്ഷ വർഗീയത പറയുന്നതെല്ലാം ആ വിഴുപ്പ് നാക്കുന്നത് വരുന്ന തെറ്റ് തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ പറയുന്ന ഈ കച്ചവടം, ഏത് വിദ്യാഭ്യാസ വകുപ്പ് കയ്യിലിരുന്നപ്പോൾ നടത്തിയ കച്ചവടം, അത് സതീശനും പറയുന്നുണ്ട്, AK ആന്റണിയും പറയുന്നുണ്ട്. അത് വെള്ളാപ്പള്ളി പറയുന്നത് പുറത്ത് കേൾക്കാതിരിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു പാർട്ടെടുത്ത് അയാളെ വർഗീയവാദിയാക്കി ചാപ്പകുത്തി പറഞ്ഞ കാര്യത്തിൻ്റെ യാഥാർത്ഥ്യം പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയുള്ള ആ ജാഗ്രതയുണ്ടല്ലോ, ആ ജാഗ്രത ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. സംഘടിച്ച് നിന്ന് ഞങ്ങളെല്ലാം കൂടി അധികാരത്തിലിരുന്ന് ഈ അടുത്ത കാലത്ത് KM ഷാജി പറഞ്ഞതുപോലെ പലിശ സഹിതം ഞങ്ങൾ തിരിച്ചു പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറയുന്നിടത്ത് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഒരു പാരലൽ ലോകമാണോ ഈ നാട്ടിൽ? അതൊരു വലിയ ചോദ്യമായിട്ട് വെള്ളാപ്പള്ളി ഉയർത്തുന്ന ഈ വിഷയത്തിലൂടെ ഉയർന്നു വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.